മതി കേട്ടോ. ഈ ജെല്ലും ഈ ടോണറും ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ നമ്മുടെ മൊത്തം പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരെ മാറാൻ ഇത് നമ്മളെ സഹായിക്കും. എന്നെ ഒരുപാട് സഹായിച്ചൊരു സാധനമാണ്. ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറാൻ എത്ര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെച്ചാലും നിങ്ങളുടെ മുഖം ഒന്ന് ക്ലിയർ ആക്കി തരാൻ സഹായിക്കണം നല്ലൊരു ജെല്ലും ടോണറും ആയിട്ടാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും ഇത് വിശ്വസിക്കുക. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ചതാണ്. നല്ലപോലെ നമുക്ക് മുഖത്ത്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ദിവസത്തിൽ 2 വട്ടമെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കണം. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ദിവസവും ഇത് ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. നല്ല അടിപൊളി സാധനമാണ്. ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ ഇതിലെന്തൊക്കെ സാധനം ഉള്ളതെന്ന് നോക്കണ്ടേ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖം എന്നും തിളക്കത്തോടു കൂടി ഇരിക്കാൻ നല്ല ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം പറഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ആ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറാൻ ഇതൊരൊറ്റ സാധനം നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 2 സാധനം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 2 ഐറ്റംസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ജെല്ലാക്കുന്നത്. ടോണറിലേക്ക് വെറും 2 സാധനമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം ഇതെങ്ങനെ ഉപയോഗിക്കാറുള്ളത് ഞാനെന്നുള്ളത് കാണിച്ചു തരാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇത് എങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്നുള്ളതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാറ് സ്പ്രേ ബോട്ടിലിൽ ഇത് ടോണറാണ്. ഞാനിപ്പോൾ ഇതൊരു സിറത്തിൻ്റെ പഴയ ഡപ്പയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡപ്പ ഉണ്ടെങ്കിൽ ഇതിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ കുപ്പി ഉണ്ടെച്ചാൽ സ്പ്രേ കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ സ്പ്രേ കുപ്പിയിലാണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്നും ഇല്ല വെച്ചാൽ സാധാരണ ഒരു ബോട്ടിലാക്കി വയ്ക്കാം. വേറൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്, കണ്ടു. ഇത് ഒരു പഴയ ഏതൊരു ജ്യൂസിൻ്റെ കുപ്പി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഇതും ഫ്രിഡ്ജിൽ തന്നെ വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഉപയോഗിക്കുക. ഇപ്പോൾ ചൂടുകാലവും കൂടിയാണ്. തണുതണുന്നനെ നമ്മുടെ മുഖത്ത് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. എൻ്റെ സ്പ്രേ ബോട്ടിൽ ഓൾറെഡി വേറൊരു സിറം ഇരിക്കുകയാണ്. അത് കഴിയാറായിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് അതിലേക്ക് ഒഴിച്ചിട്ട് യൂസ് ചെയ്യും. അതുവരെ ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യുക. നമ്മുടെ മുഖത്തേക്ക് എല്ലായിടത്തേക്കും ഇതൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ മുഖത്ത് എല്ലോടി ആക്കി. ഇനി അത് നമുക്ക് ബ്രഷ് ചെയ്യില്ലേ, നിങ്ങൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖം ഒന്ന് ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഈ സിറം ഉപയോഗിക്കുക. നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കണോ അത്രയും റിസൾട്ട് നിങ്ങൾക്കിത് കിട്ടും കേട്ടോ. കണ്ടോ, നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറുക എന്നുള്ള ഒരൊറ്റ ഇതിനാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ പിഗ്മെൻറ്റേഷൻ മാത്രമല്ല മാറുക, നമുക്ക് നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല പോലെ മാറുന്നുണ്ട്. എനിക്ക് നല്ല പോലെ മാറിയിട്ടുണ്ട്. കണ്ടു, എൻ്റെ ഒരു 2 മാസം മുമ്പുള്ളത്, 1 മാസം മുമ്പുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുഖത്ത് നിറച്ച് കുരു ഉണ്ടായിരുന്നു. ആ കുരുവൊക്കെ ഒന്ന് നല്ലപോലെ മാറിയിട്ടുണ്ട്. ഉണ്ടോ, കുരുവിൻ്റെ പാടുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും എനിക്ക് മാറ്റിത്തന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കുക. ഇത് അത്രയും നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ ജെല്ല് തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾ എടുത്ത് വെക്കണം. ജെല്ലാണെങ്കിലും നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ ടോണർ അടിച്ച് നമ്മുടെ മുഖത്തെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജെല്ല് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ജെല്ല് എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ജെല്ല് മാത്രമാണ് വെച്ചാലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടോണർ മാത്രമാണ് വെച്ചാലും ഉണ്ടാക്കുക. ജെല്ലിതാ 1 സ്പൂണോ 2 സ്പൂണോ നമുക്ക് മതി ഒരു വട്ടം ഉപയോഗിക്കാൻ. പക്ഷേ കൈയിട്ടെടുക്കരുത്. ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. രണ്ടും കൂടി നമ്മൾ കൈക്ക് ഇങ്ങോട്ട് ചെയ്യാണ്. അതിന് ശേഷം ഈ ജെല്ലിൽ ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നല്ലപോലെ അരിച്ചിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ അതാ നമ്മൾ മുഖത്ത് തേച്ച് കൊടുത്തതിന് ശേഷം ഇത് കഴുത്തിലൊക്കെ തേക്കുക. ഈ ജെല്ല് നമുക്ക് നമ്മുടെ ചുളിവുകൾ ഉണ്ടാവുമല്ലോ, ഫൈൻ ലൈൻസും റിങ്കിൾസും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇത് ജെല്ല് തേക്കണതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ തന്നെയാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും ഇത് മാറ്റിത്തരുന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. പക്ഷേ നിങ്ങൾ 1 വട്ടം 2 വട്ടം ഉപയോഗിച്ചാൽ പോരാ, നിങ്ങൾ കുറച്ച് കാലം ഇത് ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായും മാറണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ 1 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ പിഗ്മെൻറ്റേഷൻ പറയുന്നത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയൊരു സാധനമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. 1 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുഖത്തിന് നല്ല തിളക്കം നൽകും. മുഖക്കുരു വന്ന പാടുകൾ മാറും. ഇത് വെച്ച് നിങ്ങൾ മസാജ്, ഞാൻ പറയാറില്ലേ ഓയിൽ മസാജ് കൊടുക്കുന്നു,
അത് നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഫേസ് മസാജ് ചെയ്യുക. ഫേസ് മസാജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിഗ്മെൻറ്റേഷനും മാറും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, സ്കിന്നൊന്ന് ടൈറ്റ് ആവും, നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതൊക്കെ മാറി ചെറുപ്പമായിരിക്കാൻ നിങ്ങളിത് സഹായിക്കും. എന്നും ചെറുപ്പമായിരിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. വെളുത്ത് തുടുക്കുന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി സ്കിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു ഹെൽത്തി സ്കിന്ന് ഇത് നിങ്ങൾക്ക് തരുന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. നിങ്ങളൊരു മസാജ് എന്താ പറയുക ഒട്ടും അറിയാത്ത ആളാണെന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ഇത് തേച്ച് മേപ്പെട്ട് നിങ്ങൾ ഇതുപോലെ ഒരു മസാജ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് വരണ ചുളിവുകളൊക്കെ മാറാനും സ്കിന്നൊന്ന് ടൈറ്റ് ആവാനും സഹായിക്കും. ഇത് നമ്മൾ എന്ത് മസാജ് ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് വലിച്ച് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്യുക. സ്കിന്നിൽ ഇത് തേക്കും തോറും സ്കിന്നിന് തിളക്കം വരണത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അത്ര നല്ല അടിപൊളിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ എത്ര ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് വരണ ഒരു മാറ്റം എന്നെപ്പോലും അതിശയിപ്പിക്കുന്ന മാറ്റമാണ് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു സ്കിന്നൊന്ന് ക്ലിയറായി നമുക്ക് തോന്നുന്നത് ഓരോ മസാജ് കൊടുക്കുമ്പോഴും. അത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അതുമാതിരി കണ്ണിനടിയിലുള്ള ആ ഒരു ചുളിവ് വരാതിരിക്കാനും ഡാർക്ക് സർക്കിൾ മാറാനൊക്കെ നിങ്ങളെ ഇത് നല്ലപോലെ സഹായിക്കും. എല്ലായിടയ്ക്കും ഒരേപോലെ മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്കിന്നിലൊരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റണതും ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ചെയ്യാൻ സഹായിക്കും, സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ സഹായിക്കും, സ്കിന്നെന്നും നല്ലൊരു ചെറുപ്പമായി ഇരിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ഒരു പ്രായമാകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാലും അതിൻ്റേത് ആ പ്രായത്തിൻ്റെ ഇത് കാണിക്കും. അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റണത് നമ്മുടെ ഈ ഒരു മസാജിലൂടെയും നമ്മുടെ ഈ ഓരോ മുഖത്ത് ഓരോ സാധനങ്ങൾ തേക്കണതിലൂടെയൊക്കെയാണ്. നമുക്കൊരു പ്രായമാകുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ പുരികൊക്കെ അങ്ങോട്ട് ഇടിഞ്ഞു തൂങ്ങിയോണ്ടാവും, അതുപോലെ കവളൊക്കെ ഇടിഞ്ഞു തൂങ്ങി കഴുത്തിൻ്റെ അവിടെയൊക്കെ ചുളിവ് വന്ന് ഒരു മാതിരിയാവും. അപ്പോൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ മസാജ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയൊരു മസാജ്, സിമ്പിൾ മസാജാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഒത്തിരി ഞാൻ ഓയിൽ മസാജ് ഞാൻ ചെയ്യണതിൻ്റെ കാണിച്ചതുണ്ട്, അതുകൊണ്ട് ഞാൻ സിമ്പിൾ മസാജാണ് ഇപ്പോൾ ഇത് കാണിച്ചത്. കാരണം ഞാൻ ശരിക്കും ഡെയിലി ചെയ്യണ ആ മസാജ് നിങ്ങൾക്ക് കാണിക്കാൻ നിന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബോറാവും. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ തന്നെ ഒരു കുറച്ച് നല്ല നീളത്തിലായിട്ടുണ്ട് സോറി വീഡിയോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപ. എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരിക. അതിന് ശേഷം നിങ്ങൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. നമ്മുടെ സ്കിന്നിൽ ഇതിങ്ങനെ ഓരോ മസാജ് കൊടുക്കും തോറും ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറുന്നത്. ജെല്ല് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ 2 ചേർക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഒരു 4-5 ഡ്രോപ്സ് ഒഴിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനം. ഇത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ കമ്പാണ്. നമ്മുടെ ലിക്വറൈസ്, നമ്മൾ ആയുർവേദ ഷോപ്പിലോ അങ്ങാടിക്കടയിലൊക്കെ പോയാൽ കിട്ടുന്നതാണ് ലിക്വറൈസ്. ഇരട്ടി മധുരത്തിൻ്റെ കമ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി, പൊടിയല്ല വേണ്ടത് കേട്ടോ. പറഞ്ഞാൽ മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട എനിക്ക് വലിയ കമ്പ് ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ചെറിയ കമ്പുകളാണ്, എന്നാലും മതി നമുക്ക്. മഞ്ചിഷ്ടയും ഇരട്ടി മധുരവും കൂടി പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും കരിമംഗല്യം പറയില്ലേ അത്, പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ മെലാസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനില്ലേ, അതൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും. എന്നെ ഒരുപാട് സഹായിച്ചതാണ് മഞ്ചിഷ്ടയും അതുപോലെ തന്നെ നമ്മുടെ ലിക്വറൈസും നമ്മുടെ ഇരട്ടി മധുരവും. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തെ പൂർണ്ണമായും നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കമ്പെടുക്കുക ഉണ്ടോ, ഇത് നല്ല റെഡ് കളറാവും, നമ്മുടെ രക്തചന്ദനം പോലെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളത് നല്ല തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊരു ടോണർ ഉണ്ടാക്കാനും പാക്ക് ഉണ്ടാക്കാനാണ് ഇത്. ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് 2 സ്ഥിരമായിട്ട് നിങ്ങൾ തേക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പ് പിന്നെയും പറയുകയാണ്, നിങ്ങളുടെ മുഖത്തെ കരിമംഗല്യം, മുഖത്ത് വന്ന കുത്തും പുള്ളികളൊക്കെ ഉണ്ടല്ലോ, കറുപ്പ് കളറിലുള്ളത്, അതൊക്കെ മാറും. അതുമാതിരി തന്നെ നിങ്ങളുടെ മുഖത്ത് ഈ മുഖക്കുരു വന്ന പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുഖം നല്ലപോലെ ഗ്ലോ ചെയ്യാനും നിങ്ങളെ സഹായിക്കണം. നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മഞ്ചിഷ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ
ഇത്രയും മഞ്ചിഷ്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടോ, ഇത്രയും മതി നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ കമ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇരട്ടി മധുരത്തിൻ്റെ കമ്പും ഞാൻ ഇത്രയാണ് ഇടുന്നത്. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതേ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. അടുപ്പത്ത് വെച്ചു. സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ തിളച്ചിട്ട് ഒന്ന് വറ്റണം. ഇപ്പോൾ ഇത് തിളച്ചിട്ട് കുറച്ച് നേരമായി, ഒന്ന് വറ്റിയിട്ട് ഈ സമയത്ത് നമുക്ക് ടോണറിനുള്ളത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ തിളച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ടോണറിനുള്ളത് മാറ്റി വയ്ക്കുക. ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ അതാ അരിപ്പ വെച്ച് ഇത് അരിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇതിലൊരു ബൗള് കിട്ടി. നല്ല റെഡ് കട്ടൻ ചായയുടെ കളറാണത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ബാക്കിയുള്ളതിലേക്ക് ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ അത് നമുക്ക് ഫ്ലാക്സ് സീഡിലേക്ക് ഇത്രയും ഉണ്ട് ഇവിടെ. നമുക്ക് ആ ഒരു കഷായം അതിലേക്ക് നമുക്ക് ഫ്ലാക്സ് സീഡ്, ഞാൻ ആദ്യം ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാതിരുന്നത്, അത് ജെല്ലായി പിന്നെ നമുക്ക് ടോണർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ജെല്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 സ്പൂണ് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം ഇരുന്ന് തിളയ്ക്കണം. അതിന് ശേഷം ഇത് ജെല്ലാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ ഞാൻ സിമ്മിലിട്ടിട്ട് തിളപ്പിക്കുകയായിരുന്നു നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇട്ടതിന് ശേഷം. അപ്പോൾ അത് ജെല്ലായി വന്നിട്ട് ഇനി കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്തറിയോ, നമുക്ക് അരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഈ ജെല്ലിനെ തുണി വെച്ച് നല്ലോണം കട്ടായി കഴിഞ്ഞാൽ പിന്നെ തുണി വെച്ച് അരിക്കണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അരിപ്പ വെച്ചിട്ടാണെച്ചാലും നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. തിളപ്പിച്ചത് ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ കയ്യോടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ചെയ്യാം. നല്ലോണം ജെല്ല് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നിങ്ങൾ അരിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഇരുന്ന് നമ്മളിത് തണുക്കില്ലേ, തണുക്കുന്ന സമയമാകുമ്പോൾ ഇത് കട്ടയായിക്കോളും, ജെല്ലായിക്കോളും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇന്ന് ജെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇത് കഴിയണ വരെ നമുക്കിതിങ്ങനെ ഊറ്റി ഇതിൻ്റെ ജെല്ലെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മുഖത്തെ പിഗ്മെൻറ്റേഷനും കരിമങ്കല്യം പറയില്ലേ അത് മാറാൻ, അതുപോലെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ നല്ലൊരു ഹെൽത്തി സ്കിന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ടോണറും അതുമാതിരി ഈ ജെല്ലും ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഡെയിലി ഉപയോഗിക്കാം. ഒരാഴ്ച ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് സ്മെല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനെല്ലാം അരിച്ചെടുത്തു. ഇത്രയും ജെല്ലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ധാരാളമാണ് ഒരാഴ്ചത്തേക്കുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ജെല്ല് തണുത്തപ്പിക്കും നല്ല അടിപൊളി ജെല്ലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് ഒരു ജെല്ലിൻ്റെ ഒരു ഇതാവുമ്പോഴേക്കും അരിച്ചെടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അലച്ച് തുണി വെച്ചരിക്കണം. തണുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എങ്ങനെയായാലും ഇത്രയും കട്ടയായി വരും. നല്ല അടിപൊളി ജെല്ലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ബദാം ഓയിൽ ഉണ്ടല്ലോ അത് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കണത് ഒലിവ് ഓയിലാണ്. നമുക്കൊരു 4-5 ഡ്രോപ്സ് ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജെല്ല് ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരാഴ്ചത്തേക്ക് ധാരാളമായി നമ്മുടെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം ചൂടുകാലം കൂടിയാണ്, പെട്ടെന്ന് അഴുക്കായി പോവുള്ളൂ. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മളൊരു പാത്രത്തേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം അപ്പം തന്നെ ജെല്ല് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം. കൈയിട്ട് ഇളക്കരുത്. ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാനുള്ളത് ഒരു പാത്രത്തിൽ മുറിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജെല്ല് ഇത്രയുണ്ട്. ഇനി നമുക്ക് ജെല്ല് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം. അതുപോലെ തന്നെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോണർ നമുക്ക്
ഇങ്ങനെ തന്നെ കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് എന്താ ഭയങ്കര ഡ്രൈ ആണ് സ്കിന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാൻ ഉപയോഗിച്ച പോലെ ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒരു 2-3 ഡ്രോപ്സ് അത്ര മതി. വിറ്റാമിൻ ഇ ക്യാപ്സൂളാണെന്ന് വെച്ചാൽ ഒരെണ്ണം മതി. അത്രയും ഒഴിച്ച് നിങ്ങൾക്ക് എന്താ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി.